Hi everyone, this is Shafi Muhammad. Welcome to this another vlog. ഇന്ന് വളരെ പുതിയൊരു വ്ളോഗായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപൊരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സ് മീറ്റപ്പിൻ്റെ ക്രിയേറ്റർ ഗാരേജ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ നടത്തിയിട്ടുള്ള മീറ്റപ്പ്സ്. അതിൻ്റെ ബാക്കി രണ്ടാമത്തെ ഡേയിലുള്ള വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല. സോ അതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു വ്ളോഗാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സെക്കൻഡ് ഡേയിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ യോഗ സെഷനാണ്. യോഗ സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ തന്നെ നമ്മുടെ മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറയുന്ന ടീം അവിടെ സ്ഥിരമായിട്ട് അവർ യോഗ കാര്യങ്ങളൊക്കെ അവരുടെ ക്ലയൻസിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യോഗ കഴിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഒന്ന് രണ്ട് ആൾക്കാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കംപ്ലീറ്റ്ലി നമ്മൾ പോകുന്നത് യൂട്യൂബേഴ്സിൻ്റെ ഇൻറ്ററാക്റ്റീവ് സെഷനിലേക്കാണ്. പ്രമുഖ യൂട്യൂബേഴ്സായിട്ടുള്ള രതീഷ് ആർ മേനോൻ, അതേപോലെ തന്നെ മാസ്റ്റർ പീസ്, അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ള പല യൂട്യൂബേഴ്സും ആൾക്കാരും ഒക്കെ നമ്മുടെ ഇതിലേക്ക് ഈ ഒരു മീറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങൾ ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി കാണുക. അവരുടെ പല സീക്രട്സുകൾ, എങ്ങനെയാണ് അവർ ഓഡിയൻസിനെ കാണുന്നത്, ഏത് രീതിയിൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക. എൻജോയ് ദ വ്ലോഗ് ആൻഡ് ഗിവ് us the feedback. See you later. Bye-bye. Take care. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കണ്ണടച്ചിരിക്കുക കേട്ടോ. ഞാൻ നട്ടെല്ലൊന്ന് വർത്തി വെച്ചിരിക്കുക. ചിലപ്പോൾ അതേ കണ്ണുകളാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു യോഗ? അടിപൊളി, നല്ല ശരിക്കും ബോഡി മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട്. നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യണം, അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പം യോഗയിലെ ലാസ്റ്റ് സ്റ്റേജ് മെഡിറ്റേഷനാണ്. ആ ഫേസ് വന്നോടുകൂടി ആദ്യം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ ആ ഫേസിലേക്ക് പോകാണെങ്കിൽ ശരിക്കും റിലാക്സ് ആയി. കിളി പറഞ്ഞു. അടിപൊളി അല്ലേ? അടിപൊളി. ഫുഡ് കഴിച്ചു നോക്കട്ടെ. നല്ല എരിവുണ്ട്. എന്താണെന്നറിയില്ല, എല്ലാത്തിൻ്റെ റിവ്യൂ പറയാനാവില്ലല്ലോ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. യൂട്യൂബേഴ്സിന്റെ പണിയായുധങ്ങൾ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഷാഫി ഇൻസ്പയേഴ്സ് എന്നുള്ള ചാനലിലെ ഷാഫിക്കാണ്. മോട്ടിവേഷണൽ സ്പീക്കറാണ്. പിന്നെ എന്തൊക്കെയാണ് ഷാഫിക്ക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി ബിസിനസ് കൺസൾട്ടിങ്, കോച്ചിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകൾ, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. തിരക്കാണ് മനുഷ്യൻ, തിരക്കാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരക്കൊന്നുമില്ല. എന്താണ് ഇനി എന്താണത്? അടുത്താണോ? 5 മിനിറ്റ് താ, ഞാൻ ക്യാമറ എടുത്തോണ്ട് വരട്ടെ. ഓക്കെ, ശരി. അപ്പം ലൈക്ക് യൂട്യൂബേഴ്സ് ആണ്, അറിയാലോ, യൂട്യൂബേഴ്സ് ഒത്തുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ദർ വിൽ ബി ക്യാമറാസ്. സോ ക്യാമറാസ്, ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഐ എം എൻജോയിങ് ദ വൈബ്. ഇറ്റ്സ് റിയലി ഫീലിംഗ് ഗുഡ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു, പ്ലസ് നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. കാരണം യൂട്യൂബേഴ്സിനെ ഇത്രയും നല്ലൊരു എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരാൻ പറ്റുക, അങ്ങനെയുള്ള ടീമിനായിട്ട് സംസാരിക്കാൻ പറ്റുക, കണക്ട് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് ആക്ച്വലി അമേസിങ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്, ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങൾ അറിയാനുണ്ട്. എന്താണ് ഷാഫിക്ക്, എന്താണ് നമ്മുടെ ഒരു പുതിയ ക്രിയേറ്റേഴ്സിനോടൊക്കെ എന്താണ് ഇതൊക്കെ പറയാനുള്ള ഒരു കാര്യം? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബേഴ്സ് ആണെങ്കിലും ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ബിസിനസ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ആവട്ടെ, എന്ത് പ്രോജക്റ്റാണ്. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവായിട്ടുള്ള എന്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യുന്ന ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഓൺ ദ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. മാക്സിമം പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ വർക്കുകൾ ഷെയർ ചെയ്യുക, അത് ഡോക്യുമെൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് കാണിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. വരാൻ പോകുന്ന ക്രിയേറ്റേഴ്സിനോട് പറയുന്നത് വെച്ചാൽ, ഇതിനെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഇൻകം, യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്ന് മാത്രം കാണാതെ നമ്മളൊരു ബിൽഡ് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുന്നതിലേക്ക് ചിന്തിക്കുക. ഇപ്പോൾ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ടെക് ട്രാവലേറ്റർ ഒരു ബ്രാൻഡാണ്.
അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ബുൾജറ്റ് ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മല്ലു ട്രാവലർ ഒരു ബ്രാൻഡാണ്, രതീഷ് ആർമിയാണ്. ഈ ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാൻഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ മാത്രമല്ല, യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള മോണിറ്റൈസേഷനൊക്കെ ഉണ്ടാകും ഈ പ്ലാറ്റ്ഫോമുകളുടെ. അതല്ലാതെ നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് നടത്താം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഇത് ബിൽഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ മല്ലു ട്രാവലർ ഈ സ്റ്റാർട്ടഡ് ബിസിനസ്, പുള്ളി ഒരു എന്താ പറയുക ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ദുബായ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയകളിലേക്ക് നമ്മുടെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ കൊളാബറേറ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനും ഈവൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, അതേപോലെ പാർട്ട്നേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, ടീം മെമ്പേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം. ഇങ്ങനെയുള്ള വലിയൊരു ഒരു മാക്രോ ലെവലിൽ, ഒരു മൈക്രോ ലെവലിൽ ചിന്തിക്കാതെ മാക്രോ ലെവലിൽ ചിന്തിച്ചിട്ട് പ്ലാറ്റ്ഫോമിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് ഒരു പ്രശ്നമല്ല, സബ്സ്ക്രൈബർ കൗണ്ടർ പ്രശ്നമല്ല. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വ്യൂസ് ഇപ്പോൾ കുറവാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്, പല സാഹചര്യങ്ങൾ പല സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചാണ്. അപ്പോൾ ഈ ഒരു വ്യൂസ് കുറവാണെന്ന് വിചാരിച്ച് ഐ എം നോട്ട് കൺസേൺ അബൌട്ട് ദാറ്റ്, ബിക്കോസ് എനിക്ക് കിട്ടുന്ന വ്യൂസ് റൈറ്റ് ക്ലയൻസ് ആണ്. അപ്പോൾ കുറഞ്ഞ വ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് വേറെ കുറേ മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ്. അപ്പോൾ അത് അങ്ങനെയും കൂടി ചിന്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് തയ്യാറാവണമെന്നുള്ളതാണ് പുതിയ ക്രിയേറ്റേഴ്സായിട്ട് വരുന്ന ആൾക്കാരോടാണ്. ഒരു യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡു. ഷാഫിക പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പൊളി. സോ സെക്കൻഡ് ഇൻ്റർവ്യൂ ഇസ് ഡൺ. നെക്സ്റ്റ് നമുക്ക് 1-2 പേരെ പൊക്കണം, പതിയെ അവരെ പൊക്കാന്നുള്ള രീതിയിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഉറപ്പല്ലേ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലേ വീഡിയോയില് ചില ആൾക്കാർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ള പോലെ തോന്നുന്നു. ഇയാളെ കണ്ടു കഴിഞ്ഞാല് അത് വിഷ്ണു നല്ല പറഞ്ഞ പോലെ റോഡിന്റെ മുന്നിൽ നിന്നിട്ടേ ഹൈറ്റ് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ നമ്മുടെ സ്പേസി ആയിട്ടുള്ള ഫുഡാണ്. അല്ല നമ്മളിപ്പോ കഴിച്ചിട്ടുള്ളൂ, എത്ര പീസ് ഉണ്ടായിരുന്നു അറിയാം. ഇതിപ്പോ നിങ്ങൾക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളിപ്പോ കഴിച്ചിട്ടുള്ളൂ. എന്തൊരു പ്രാങ്ക് ചെയ്യാനാണ്, നിങ്ങൾ ജസ്റ്റ് കഴിച്ചു നോക്ക്. ജസ്റ്റ് കഴിച്ചു നോക്കിയേ. എന്തോ പണി എന്താണെങ്കിലും ഞാൻ കഴിക്കാൻ പോകും. 1 മിനിറ്റ്, ഇവിടെ നമ്മുടെ മറ്റേ ഇവൻ എത്തിയിട്ടുണ്ടോ? അവൻ എന്താ റോഷൻ ഇതിന്റെ സ്ഥിരമാണ്. എന്തോ ഇങ്ങനെ നീ ഒരു കാര്യം, സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം അല്ല, സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് ഷെയറിംഗിലാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഒരു കാര്യം ചെയ്യാം, ഇത് കഴിച്ചോളൂ. അതിന് ഇത് നല്ല ഓവനിൽ പ്രിപ്പയർ ചെയ്തതാണ്. നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ളവരുണ്ടാക്കിയാണ്. ജസ്റ്റ് ഒന്ന് കഴിച്ചു. ഒരു പീസ് എന്തായാലും നിങ്ങൾ എന്തായാലും കഴിച്ചാൽ നിങ്ങളിത് കാണുക, ഇതാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ചെയ്യാം. ഇത് എന്നാലും ഞാൻ പറയാം, ഇത് പ്രാങ്കാണ്. എന്നെ ഈ കേക്ക് പറ്റിച്ച് നിങ്ങളിത് ഈ കേക്ക് 2 പീസൊക്കെ കാണിച്ചാൽ മനസ്സങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതുകൊണ്ട് ഇതെന്താണെന്നറിയോ? ഇത് ആക്ച്വലി എന്താ വെച്ചാല് താങ്ക് യു സോ മച്ച്. 4 മണിയാണ് ഇത് എന്റെ ഒരു പ്ലാനായിരുന്നു. സംഭവം അടിപൊളിയില്ലേ? നമ്മളെ രക്ഷിച്ചിട്ടുള്ള ഒരാളുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ പെടേണ്ടിയിരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, അവര് പറഞ്ഞതുകൊണ്ട് അത് ആക്ച്വലി എന്താ വെച്ചാൽ പുള്ളി എന്നെ രക്ഷിച്ചതുകൊണ്ടാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്, ഇത് കടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വായിലൊന്നും ആവുന്നില്ല. ഈ വായിലാവണം, ഒരു റിയാക്ഷൻ ഒക്കെ വരുള്ളൂ. ഒറിജിനൽ വന്നോട്ടെ. നമ്മളിവിടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. സാറ് കണ്ടപ്പോ പറഞ്ഞ നല്ല കേക്ക്, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെടുത്ത് കഴിച്ചു. കഴിച്ചോ? അങ്ങ് കഴിച്ചോ? കഴിച്ചോ? എങ്ങനെയുണ്ട്? കേക്കല്ല. ഓക്കെ, കഴിച്ചപ്പോ മനസ്സിലായി. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഒന്നുമില്ല. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ.
കുഴപ്പമില്ല, എന്നാലും കഴിച്ചതല്ലേ ഞാൻ കഴിച്ചോ. ഹായ് എവരിവൺ, നമ്മളിപ്പോൾ മറ്റൊരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആയിട്ട് വരികയാണ് നിങ്ങളുടെ മുൻപിലേക്ക്. നമ്മളിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറയുന്ന കോട്ടക്കലിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസോർട്ട് ലെവലിലുള്ള സംഭവമാണിത്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു മീറ്റപ്പ് നടന്നപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടി. അപ്പോൾ അതിൽ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മഞ്ചേരിയിൽ നിന്നുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അപ്പം ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തണം, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ, മനസ്സിലാക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്താം. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, അത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹായ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എൻ്റെ പേര് സുബീഷ്. വീട് വരുന്നത് മലപ്പുറം മഞ്ചേരിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ കൂടുതലായിട്ടും പരിചയപ്പെടുത്തുന്നത് ക്രാഫ്റ്റ്, അതുപോലെ ആർട്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൂൾസ് വ്യത്യസ്തപരമായിട്ടുള്ള ടൂൾസുകളെ കുറിച്ചൊക്കെയാണ് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചാനലിൻ്റെ പേര് ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തതിന് ശേഷം ഒരുപാട് പേർക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ അതൊരു ക്ലാസ്സായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് പല ആളുകളും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ചില സജഷൻസ്, ഇന്ന രീതിയിലായിട്ടുള്ള മോഡൽ വെച്ചിട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം, നമുക്ക് ഒരുപാട് പേര് പല എൻക്വയറീസ് വരുന്നത്. ഒരുപാട് തീർച്ചയായിട്ടും അത് പല രീതിയിൽ നമുക്ക്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് വെക്കുന്നുണ്ട്, ക്ലാസ് മറ്റൊരു ഇപ്പോൾ ഒരു യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ആ ക്ലാസ്സിലൂടെ വരുമാനം തീർച്ചയായിട്ടും. പ്ലസ് അത് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബ്രാൻഡ് നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട്, നിങ്ങൾ എത്ര കണ്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബിസിനസ്മാന്മാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിടികിട്ടും, ശരിയല്ല? അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ കമ്പനികളുടെ ബ്രാൻഡ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. ഇങ്ങനെയുള്ള രീതിയിലേക്ക് ചിന്തിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇദ്ദേഹത്തെ നമ്മളിവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ചിന്തിച്ച് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ നാട്ടുകാരനാണ്. പ്ലസ് ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്തത് ഈ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞുള്ള പേര് നിങ്ങളെ ചാനലിൽ ഇങ്ങനെ ഫേമസ് ആയി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയ ആ ഒരു സമയം തന്നെ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് സത്യം പറയുകയാണെങ്കിൽ സിനിമ ഞങ്ങൾ അങ്ങനെ വല്ല കാണാത്ത പൊതുവെ കാണലില്ല. മാസ്റ്റർ പീസ് അതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേരിടാൻ വേണ്ടി ഞങ്ങൾ കുറെ ചിന്തിച്ചു, കുറെ ആലോചിച്ചു. എന്ത് പേരിടുന്നു ചോദിച്ചിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ മാസ്റ്റർ പീസ് എന്നുള്ളൊരു പേരെത്തി. ശരിക്കും ആ പേരിന്റെ അർത്ഥം പോലും നമുക്കറിയാം. മാസ്റ്റർ സ്പേസ് പീസ് നട്ടിന് 6 മാസം കഴിഞ്ഞാൽ മാറ്റിയത്. പിന്നീട് എന്താ പറയണോ, അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങി പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മാസ്റ്റർ പീസ് പറഞ്ഞാൽ URL കിട്ടാനില്ല. നോക്കുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പിന്നീട് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് പഠിക്കും. ഫുള്ള് വിവരമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. കുറച്ചുകൂടി പഠിച്ചു നോക്കുമ്പോൾ URL കിട്ടണം. ആ URL കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഇതിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് സമയത്ത് നമുക്ക് URL കിട്ടിയില്ല. വേറെ ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താ അറിയില്ല, ഈ വൈറലായതിനു ശേഷം ഒന്നുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തപ്പോൾ മാസ്റ്റർ പീസിന്റെ പേരിൽ URL അങ്ങനെ കിട്ടി. നമ്മൾ വേറൊരാളുടെ പറമ്പിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവര് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് Q&A സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് കഴിയും. ഇവരെല്ലാവരും അത്തരത്തിലുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ആളെ വിളിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഫുഡ് എന്നുള്ളത്, ഫുഡ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് പാഷൻ ആക്കിയിട്ടുള്ള എബിൻ ജോസ്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം പ്ലീസ്. ഈ യൂട്യൂബിൽ പറഞ്ഞ കഥകൾ ഇവരൊക്കെ പറഞ്ഞു. എൻ്റെ കഥയും വലിയ വ്യത്യാസമൊന്നുമില്ല. യൂട്യൂബിൽ വരണമെന്ന് വിചാരിച്ച് വന്നൊന്നുമല്ല. യാത്ര ചെയ്യണം, യാത്ര ചെയ്യുന്ന ആ യാത്രയെ ഫണ്ട് ചെയ്യാൻ പറ്റണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതും ഈ പറഞ്ഞ പോലെ രതീഷ് ഭായിയുടെ വീഡിയോസും ഇബാദുർ റഹ്മാന്റെ വീഡിയോസ്, സുജിത് ഭായിയുടെ വീഡിയോസ്, അതൊക്കെ കണ്ട. ഈ രുചിയുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മുല്ലപ്പന്തൽ ഷാപ്പിൽ പോയത്. മുല്ലപ്പന്തൽ ഷാപ്പിലെ വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. യാത്രാ വീഡിയോസിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോസിനോടാണ് താല്പര്യം. 2018 ആവേണ്ടി വന്നു നമുക്കൊരു ചാനൽ തുടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, ഇൻകം, ഇത് മൂന്നുമാണ്
ഒരു യൂട്യൂബ് ചാനൽ ആണെങ്കിലും ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മൾ ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസ് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അവരിലേക്ക് കറക്റ്റായിട്ട് ചെയ്യണം. അവരിൽ കറക്റ്റായിട്ട് ചെന്നാൽ വ്യൂസിന്റെ ആ കൗണ്ടിനേക്കാളും പ്രാധാന്യം ആ കറക്റ്റ് ഓഡിയൻസ് ആണോ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കഥ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കഥയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയും. താങ്ക് യു. അദ്ദേഹം ഷെയർ ചെയ്തു അല്ലേ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു പുഞ്ചിരി ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്ളോഗിൽ ഉടനീളം നമുക്കത് കാണാൻ പറ്റും. അതായത് ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ നമ്മളൊന്നും ഒന്നല്ല എന്നൊക്കെ മനസ്സിലായല്ലോ. നമ്മളൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾക്കാണ് ഈ ഒരു നെഗറ്റീവ് അടിച്ച് ചാനൽ ഡിലീറ്റ് ചെയ്ത് നാളെ വീഡിയോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. അപ്പോൾ ഈ സ്പെഷ്യൽ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ വന്ന നമ്മുടെ ഗസ്റ്റിന് ഒരു മൊമെന്റോ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഇതിന് സഹകരിച്ച എല്ലാവർക്കും ചെറിയൊരു സന്തോഷം. അപ്പോൾ ഇതിനു വേണ്ടി സഹകരിച്ചത് മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ഈ കോട്ടക്കലിലെ ആയുർവേദിക് റിസോർട്ടാണ്. അതിൻ്റെ ഓണേഴ്സാണ്. എൻ്റെ പേര് ഇക്ബാലിനാണ്, സ്ഥാപനത്തിൻ്റെ എംഡിയാണ്. ആദ്യമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഫവാസിനോടാണ്. ഫവാസ് ഇത്രയും ഇനിഷ്യേറ്റീവ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് അതും അത്രയും ദൂരത്തു നിന്ന് ഓടിയെത്തിയ കുറേ ആളുകളാണ് നമ്മുടെ മുന്നിൽ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ നമ്മുടെ ഗസ്റ്റുകളും. അതുപോലെ ക്രിയേറ്റർ ഗാരേജ്, ഞാൻ ക്രിയേറ്റർ ഗാരേജിൻ്റെ മെമ്പറാണ്, ആദ്യം ഒരു പഴയ മെമ്പറും കൂടെയാണ്. അപ്പോൾ അതിലുള്ള മെമ്പർമാരാണെങ്കിലും ഇത്രയും ദൂരത്ത് ഓടിയെത്തി ഇവരൊക്കെ ഭയങ്കര 5 സ്റ്റാർ ലെവലിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ സന്തോഷത്തോടെ ഇതൊക്കെ ആസ്വദിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ മൊമെന്റോ കൊടുക്കുന്നത് ഫവാസിനാണ്, ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, Q&A സെഷനിലേക്ക് പോകാം അല്ലേ. ഇനി അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷം പങ്കുവെക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു കേക്ക് തിന്നുന്ന സർപ്രൈസ് ആയിട്ട് ഗസ്റ്റുകൾ എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒരുമിച്ച് നിന്നിട്ട് ഒന്ന് കട്ട് ചെയ്യും. എല്ലാവരും വന്നാൽ മതി, ഗസ്റ്റുകൾ ഒന്ന് വന്നാൽ മതി, ഒരുമിച്ച് വന്നാൽ മതി. നിങ്ങളാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. ക്രിയേറ്റർ ഗാരേജ് മലയാളം പേരുകൾ ഇടുന്നതുകൊണ്ടോ ഇംഗ്ലീഷ് പേരുകൾ ഇടുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടോ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ മലയാളം പേരിടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായതല്ല, പക്ഷേ മലയാളം പേരുകൾ സെർച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ടിരുന്ന പേരെന്ന് പറയുന്നത് രുചിയുടെ വഴികൾ. രുചിയുടെ വഴികൾ എന്നുള്ള പേര് സാധാരണ രീതിയിൽ സെർച്ച് ചെയ്തു. കേരള ഫുഡ്, ഞാൻ ഫുഡിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. കേരള ഫുഡ്, ബെസ്റ്റ് ഫുഡ് ഇൻ കേരള, അങ്ങനെയൊക്കെയുള്ള പേരാണെങ്കിൽ പെട്ടെന്ന് സെർച്ച് ചെയ്യും. സാധാരണ സെർച്ച് ചെയ്യുമ്പോൾ ഈ ചാനൽ തന്നെ നമ്മുടെ ആ പേരായതുകൊണ്ട് തടുക്ക വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെർച്ചിൽ വരാൻ പറ്റുന്ന പേരുകൾ മലയാളീകരിച്ച അല്ലെങ്കിൽ മംഗ്ലീഷ് പേരുകളെക്കാളും തനി ഇംഗ്ലീഷ് പേരുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലരും സ്വന്തം പേരിലേക്ക് തുടങ്ങാറുണ്ട്. അതിനും ഉണ്ട് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ രതീഷ് ആർ മേനോൻ തന്നെ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ രതീഷ് ആർ മേനോൻ എന്ന പേര് ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് സെർച്ച് ചെയ്യുമ്പോൾ രതീഷ് ആറിന് വേറൊരു കീവേഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് ഫുഡ് ആൻഡ് ട്രാവൽ എന്നുള്ളൊരു കീവേഡാണ്, അതേപോലെ തന്നെ എബിൻ ജോസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആക്കിക്കൊണ്ട് വരണം. പക്ഷേ രതീഷിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. രതീഷിന്റെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനലാണ്. രതീഷ് ആർ മേനോൻ എന്ന് പറഞ്ഞ് തന്നെ ആൾക്കാർ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കീവേഡ് തന്നെ. പുതുതായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഈ ബുദ്ധിമുട്ട് വരിക. ഇനിയിപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞൊരു ചാനൽ പുതുതായിട്ട് വന്നാലും നമ്മുടെ ചാനൽ തന്നെ താല്പര്യം, കാരണം ഇത്രയും വീഡിയോസ് കിടപ്പുണ്ട്, അത്രയും സെർച്ച് കൂടുതൽ കിട്ടുന്ന എൻ്റെ ചാനൽ ആയതുകൊണ്ട് എനിക്കത് എളുപ്പമാണ്. പുതിയതായിട്ട് വരുന്ന ആളുകളല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ആരോഗ്യം ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യല്? എനിക്ക് തന്നെ കൊളസ്ട്രോൾ 350
ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. നമ്മൾ സംസാരിച്ചു മണിക്കൂറായി അതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇതെന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരോഗ്യം നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡാണെങ്കിലും യാത്രയാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറായിരുന്നു. യാത്രയും ഫുഡുമായിരുന്നു തുടക്കത്തിലൊക്കെ. അത് കഴിഞ്ഞ് ഫുഡിന് പ്രാധാന്യം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വയറ് ചാടി, വേറെ നന്നായിട്ട് ചാടി. കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇനി ഞങ്ങളാണെങ്കിലും പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ 1 മാസം 10 ദിവസം മാത്രം യാത്ര ചെയ്യുക. ആ 10 ദിവസം ചെയ്യാവുന്നതിന് മാക്സിമം വീഡിയോ ചെയ്യുക. ബാക്കിയുള്ള ദിവസം ഇലകളിൽ ചെയ്യും. ഇലകൾ മാത്രം കഴിച്ച് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് ആരോഗ്യം നോക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഹോസ്പിറ്റലിൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നു ഭക്ഷണം കഴിച്ചു. ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ലില്ല, ഞാൻ കാണാൻ വേണ്ടി ചെന്ന. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഭക്ഷണം കഴിച്ചു, ഇപ്പം തല്ലിപ്പൊളി ഭക്ഷണം. നമ്മൾ അതിനെ എങ്ങനെ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് പോകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തേ പറ്റും. ഞാൻ പൈസ വാങ്ങാറില്ല. ഫസ്റ്റ് പൈസ വാങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നോ ഇല്ലയോ എന്ന്. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആംബിയൻസ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ ഒരു കുറഞ്ഞൊരു 10-15 സ്ഥലങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നുണ്ട്. അവരോട് പക്ഷെ നേരിട്ട് പറയാം, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയുന്നില്ല, കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയും. ഈ അടുത്തിടയ്ക്ക് കൊച്ചിയിൽ അവർ തന്നെ എന്നെ വിളിച്ചിട്ട്, അറിയാതെ പേര് വന്നു പോയി, അവർ തന്നെ വിളിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഞാനും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾ കിച്ചണിൽ കയറിയപ്പോൾ ഇവർ വറുത്തെടുക്കുന്ന ചിക്കൻ അവരെടുത്ത് വെക്കുന്ന കിച്ചൺ സ്ലാബിലാണെങ്കിൽ ഒരു പട ഈച്ച. അപ്പോൾ ഞാനത് കണ്ട അന്നേരം ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ ഇവിടെ വീഡിയോ ചെയ്തില്ല, വളരെ വൃത്തികേടാണ്. ഞാൻ വീഡിയോ ചെയ്താൽ എനിക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അതെങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കാൻ പറ്റുക? ഞാൻ വീഡിയോ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു. ഞാൻ പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് എനിക്കങ്ങനെ ക്ലിയർ ആയിട്ട് പോകും. പക്ഷെ ഞാൻ നേരത്തെ തന്നെ അഡ്വാൻസ് മേടിച്ചിട്ടാണ് അവിടെ പോകുന്നത്, അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു കറക്ഷൻ. ഞാൻ ഫുഡ് റിവ്യൂസ് ചെയ്യാറില്ല, ഞാൻ ഫുഡ് വ്ളോഗേ ചെയ്യുന്നു. ഫുഡ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനൊരു എക്സ്പേർട്ട് അല്ല. അതിന് നന്നായിട്ട് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. ഞാൻ രുചി എൻജോയ് ചെയ്യുന്നു. അടിപൊളി സാധനമാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എന്ന് പറയും, മോശമാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇറങ്ങിപ്പോരും, അല്ലെങ്കിൽ അവരോട് നേരിട്ട് പറയും. അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ എന്തായാലും നെഗറ്റീവ് കമന്റ്സ് വരും. നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മറുപടി കൊടുക്കും. പക്ഷെ ചിലർ പച്ചത്തെറി വിളിക്കും. അപ്പൊ ഇവന്മാർ ശരിക്കും തിരിച്ച് അതേപോലെ തെറി വിളിക്കാൻ തോന്നും, തെറി വിളിക്കുകയും ചെയ്യും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സാധനത്തിന് കാണുന്നത് കുറെ ആളുകളുണ്ടാവും. അവർക്ക് നമ്മളെ കുറിച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ കുറിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. നമ്മൾ ഇവന്റെ ലെവലിൽ ഇറങ്ങിയിട്ട് നമ്മൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ മുഴുവൻ പിന്നെ ഇവ ഇങ്ങനെയാണോ ഇവരോട് പറയാം. അപ്പൊ ഇതിന് പറ്റിയിട്ടുള്ള ഒരു സംഭവം, അതായത് ഇവനെ തെറി വിളിക്കും വേണം എന്നാ അതിനാണ് നമുക്ക് കുറച്ച് മലയാള സാഹിത്യത്തിൽ വാക്കുകളുണ്ട്. സമൂഹ ഭുജവിജാത എന്തിനാ അതിന്റെ അത് ക്യാപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ വേറെ പച്ചത്തറിയാ ഇങ്ങനെ കുളിക്കാം അല്ലേ? ഇങ്ങനെയൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ഇങ്ങനത്തെ ടീമുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ കുറെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിടാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാല് പ്രൊഫൈലിൽ ഫോട്ടോയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ മറുപടി നൽകാവൂ. അല്ല, നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇവരെ ഫുള്ള് തെറി വിളിച്ച് അങ്ങനെ ഹൈഡ് ചെയ്യും. അത് കുഴപ്പമില്ല, കാരണം നിങ്ങളും അവനും മാത്രമേ കാണുള്ളൂ. അപ്പൊ അവൻ കാണും. അതെ, അവൻ കാണും. അവനെ ഷെറിൻസ് വ്ലോഗ് എന്നാണ് ചാനലിന്റെ പേര്. ഇപ്പോ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നു. അത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടക്കും. ചേട്ടനൊക്കെ നമ്മുടെ ഫാദർ ക്ലാസ്സിൽ പോയി.
അപ്പൊ നമ്മുടെ എന്റെ സൈക്കിളിന് എത്ര വയസ്സാണ്? അതിന് ഞാൻ 4500 മേടിച്ചത്. ഞാൻ പണ്ട് ജോലിക്ക് കൊണ്ടുവരുന്ന ചാനത്തായിരുന്നു. ആ സെയിം സൈക്കിൾ തന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ പൊട്ടിച്ച് അതിനകത്ത് പൊട്ടിച്ച് തരാം. ആ സൈക്കിൾ ഫേമസ് ആണ്. അതിന്റെ പേര് മനോജനാണ്. അത് ആ സൈക്കിളിലെ ഈ പറഞ്ഞ ഡെക്കാത്തൂർ വലിയ കമ്പനി അല്ല. അപ്പൊ അവിടെ മേടിച്ച സൈക്കിളാണ്. അപ്പോൾ ഞാനത് ജോലിക്ക് കൊണ്ടിരിക്കുമ്പോൾ മഴക്കാലത്ത് ചെളി കളിക്കും. അതായത് മഡ്ഗാർഡ് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ലോക്കൽ കടയിൽ നിന്ന് മഡ്ഗാർഡ് മേടിച്ചിട്ട് അടിയിൽ ഫ്ലാപ്പൊക്കെ വെച്ച് അത് ലോക്കൽ ഒരു സാധാ കടയുടെ പേരുണ്ടായിരുന്നു, മനോജ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ അതിന് ഷൂട്ട് ചെയ്യാൻ സമയത്ത് ആൾക്കാർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു മനോജ് എന്നുള്ളൊരു പേരൊക്കെ സൈക്കിളിൽ വന്നു. നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് നാളെ അത് ഷെഡ്യൂൾ ആക്കിയിട്ട് വെച്ച് നമ്മൊരു മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്താഴ്ച നമുക്കത് അപ്ലോഡ് ചെയ്യണം, അത് പബ്ലിക് ആക്കണം. അപ്പോൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ അത് പിന്നെ മറ്റന്നാൾ പബ്ലിക് ആക്കുമ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ റീച്ച് ഓറിയെന്ന് പറയുന്നത് അത് ശരിയാവും. നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്നൊരു വീഡിയോ കാണുന്നത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാനാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു ബോംബ് സ്ഫോടനം എവിടെയെങ്കിലും ഉണ്ടായി, അതിൻ്റെ ഒരു വീഡിയോ എല്ലാവരും ഇടിച്ചു പൊടിച്ച് കാണും അല്ലേ? അതിന് ആ ഒരു നിമിഷത്തെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഡ്രാഫ്റ്റിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് മറ്റന്നാൾ കൃത്യ സമയം അല്ലെങ്കിൽ നാളെ കിട്ടുന്ന സമയത്ത് പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു പോസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്? അത് 100% ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ല. ആ ഒരു സമയത്ത് പോസ്റ്റ് ആയാൽ മതി. ഇതിപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ മനസ്സിലാവും ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ലൈവായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ വീഡിയോയുടെ ആ ഒരു പ്രയോറിറ്റി ഒരിക്കലും ഷെഡ്യൂളിന് കൊടുക്കുക. നമ്മൾ എപ്പോഴും ലൈവ് പബ്ലിഷ് അവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നിങ്ങളൊരു ലൈവ് കൊടുത്തതിന് ഇതിനേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ടാവും. കാരണം ഈ ലൈവ് എന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് ഇപ്പൊ തന്നെ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ ആകാംക്ഷഭരിതരായിട്ടാണ് വീഡിയോ കാണുന്നത്. അപ്പൊ അതിന് കൂടുതൽ റീച്ച് കിട്ടും. നമ്മൾ ഈ ഒരു ആളെയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഫോഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഗിവ് അവേ കൊടുക്കുന്നത് യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് നെഗറ്റീവ് അല്ല. അത് ആൾക്കാർക്ക് നോർമലി നമുക്ക് സജസ്റ്റ് ചെയ്യാം, മെൻഷൻ ചെയ്യാം ചാനലിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെയുള്ള നമ്മളൊരു ബോഡി മസാജും ഒരു സ്റ്റീം ബാത്തും ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. അടിപൊളി ഫീലാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോഡി വിയർത്ത് കുളിക്കുന്നുണ്ട്. ഇങ്ങനെ വിയർപ്പെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ റിഫ്ലെക്സോളജി നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ ഒരു ഫീല് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇതുപോലെ ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി, ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം വളരെ കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സർവീസ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. എല്ലാവരും നിങ്ങളെ എടുക്കുന്ന എന്ത് ചെയ്യണം, വരണം. ഒരു ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് വന്നിട്ട് നിങ്ങളിവിടെ താമസിച്ച് വളരെ ചെറിയ എമൗണ്ടിൽ എത്രയാണ് ഇവിടെ നിങ്ങളൊരു പാക്കേജ് ഉണ്ട്, 3500 എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് വരാം. ലൈക്ക് വൈഫും ഹസ്ബൻഡും വന്ന് ഒരാൾക്ക് അവർക്ക് താമസിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് ഇത് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ എന്തായാലും വരും, ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഇവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ കാറുണ്ടല്ലോ, കാർ നമ്മൾ 10,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് അതൊന്ന് സർവീസ് ചെയ്യും. എന്നതുപോലെ തന്നെ ശരീരം നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, ബിസിനസ്മാൻമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിനിടെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മളൊന്ന് നമ്മുടെ ബോഡി ആയിട്ടുള്ള ഈ ബോഡി വർക്ക് ഇടുന്ന മാതിരി എന്ത് ചെയ്യണം, ഒന്ന് സർവീസിലിടണം. അപ്പോൾ സർവീസിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മളൊന്ന് കംപ്ലീറ്റ്ലി റീജുവനേറ്റായിട്ട് തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടും, സ്ട്രെസ് എല്ലാം കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ മലപ്പുറം ജില്ലയിലും ഈ ഒരു ഏരിയക്ക് ചുറ്റെടുത്താൽ ഇപ്പോൾ എവിടെയാണെങ്കിലും വണ്ടി എടുത്തന്നെ കിട്ടും. മൈ ലൈഫ് മെഡിസിറ്റി കോട്ടക്കലാണ് ഉള്ളത്. ഇത് ഇവിടെ വരെ മലപ്പുറം ജില്ലയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാം. അടിപൊളിയാണ്, നല്ല സിമ്പിൾ ചെറിയ പാക്കേജിൽ ഇത് ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് തെറാപ്പി സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം. ഓക്കെ, കംപ്ലീറ്റ്ലി റീജുവനേറ്റ് ആയിട്ട്, അപ്പോൾ ഫ്രഷ് ആയി ഫുള്ളി എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും.
അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാസ്റ്റർ പീസ് നമ്മുടെ നാട്ടിലാണ്. ഇദ്ദേഹത്തിന്റെ ഈ ടീമിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് ചെയ്യണം, ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടിലേക്കോട്ട് വന്നാൽ മതി. അതേപോലെ നിങ്ങൾ നമ്മുടെ അവിടേക്കും വരണം. ഒരു ദിവസം കൂടി ക്ഷണിച്ചേരും. ഇപ്പോഴാണ് നമ്മൾ അതങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കേണ്ടത്. ഇതിന് അവസരം ഒരുക്കി തന്നത് നമ്മുടെ ഈ ഒരു ക്രിയേറ്റർ ഗാരേജും അതേപോലെ തന്നെ ഈ എന്താ പറയുക മൈ ലൈഫ് മെഡിസിറ്റിയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് എന്തായാലും ഇവരായിട്ട് നമുക്കൊരു വീക്കെൻഡിൽ നമ്മളൊരു ശനിയാഴ്ച പരിപാടിയൊക്കെ നമ്മുടെ ടീമിനെ ഇവിടെ അല്ല നമ്മളൊരു ദിവസം നമ്മൾ ശനിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ കൂടുതൽ ആളുടെ അതിൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാം മാസ്റ്റർ പീസിലുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ശനിയാഴ്ച നമുക്ക് മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്ത് കാര്യങ്ങൾ വെക്കാൻ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാട്ടുകാരാണ് 4-5 കിലോമീറ്റർ അപ്പുറത്ത്. ശരിയാണ്. എന്താ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു സന്തോഷമല്ലേ? അതല്ല മലപ്പുറത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അടിപൊളിയല്ലോ അവിടെ. അത് കേട്ടാ മതി. ബാക്കി അവിടെ തിരിച്ച് ഞങ്ങള് പ്ലാൻ ഉണ്ട്. അല്ല നമുക്ക് എല്ലാവർക്കും സെൽഫി ഇടാം. ഒറ്റ സെൽഫി എല്ലാവർക്കും ഈ കൂടി ആൾക്കാർ ഞാൻ നേരത്തെ എടുക്കണം കരുതി ഇത് എവിടെയെങ്കിലും ഇതോ പോസ്റ്റ് ഇവിടെ നിന്നോ ഒറ്റ സെൽഫി എല്ലാവർക്കും കൂടി. ഓക്കെ ഞാൻ കുറച്ച് മുന്നിക്കറ്റ ഇനി ഇത്രയും വെളുപ്പിക്കാൻ അതിൽ ഫുൾ ആൾക്കാർ കൊള്ളണം. കൊണ്ടോ? ഞാനുണ്ട്. ക്യാമറമാൻ എന്റെ പൊന്നെ ബിരിയാണി ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ക്രിയേറ്റർ ഗാരേജ് മീറ്റപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാണ്. നമ്മുടെ ടീമുണ്ട്, അഫ്താബുണ്ട്, അതേപോലെ തന്നെ അസ്ലമുണ്ട്, അതേപോലെ ക്യാമറയായിട്ട് നാഷിയുണ്ട്. നമ്മളെല്ലാവരും 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ഇന്നലെ പോകേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ പോയില്ല. ഇന്നലെ ലാസ്റ്റ് രാത്രി ഒരു മിഡ്നൈറ്റിലൊരു ഇൻ്റർവ്യൂ കൂടെ എടുക്കാനായിരുന്നു. ഇനി അടുത്തൊരു മീറ്റപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കാണാം. പ്ലസ് അടുത്ത വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണാം, ഒരുപാട് വീഡിയോസ് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ താഴെ അറിയിക്കുക. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ.